സന്ധി വാര്യർ, ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പാർട്ടി. എൻ്റെ തല കേട്ടോ, പാലസ്വേൽ തന്നെ നടത്തിയ പ്രയോഗമാണ്. ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ല നരേന്ദ്രമോദി എത്ര തവണ വന്നു പോയാലും എന്നുള്ളതാണ്. നിങ്ങളുടെ ഈ രണ്ടക്കത്തിന്റെ പ്രതീക്ഷ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ആ മണ്ഡലം ഒന്ന് എണ്ണി പറയാൻ കഴിയുമോ? മധു, ഒന്ന് BJP ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമമായിട്ട് തീരുമാനമെടുക്കേണ്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഒരു എക്സാമിനെ നേടാൻ പോവുകയാണ്. ആ മികച്ച വിദ്യാർത്ഥികൾ എപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാകും. നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ സാധിക്കും എന്ന പരിപൂർണമായ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷയ്ക്ക് പോകുന്ന ഒരു വിദ്യാർത്ഥിയാണ് നരേന്ദ്രമോദി. ഈ ഇരിക്കുന്ന രണ്ടുപേരും ബാക്ക് ബെഞ്ചേഴ്സാണ്. കോപ്പി അടിക്കാൻ തൊണ്ട് നോക്കി നടക്കുന്നവരാണ്. ഇവർ ഒരു കാലത്തും പരീക്ഷ ജയിച്ച് മര്യാദയ്ക്ക് ഒരു ജോലി കിട്ടാൻ പോകാത്തവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? രണ്ടു കൂട്ടർ ഒരു മുന്നണിയല്ലേ? ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ. ഇവിടെ കേരളത്തിൽ ലാത്തി, കേരളത്തിന് പുറത്തെത്തി കഴിഞ്ഞാൽ ടീ സമോസ. ഇതല്ലേ ഇവരുടെ പരിപാടി. കോയമ്പത്തൂർ ഇവർ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? നാഗർകോവിൽ ഇവർ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? മംഗലാപുരത്ത് പോയി കഴിഞ്ഞാൽ ഒരുമിച്ചല്ലേ മത്സരിക്കുന്നത്? അപ്പുറത്തെ ലക്ഷദ്വീപിൽ എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല. അവിടെയും മിക്കവാറും ഇവർ ഒരുമിച്ചായിരിക്കും. അപ്പം കേരളത്തിൻ്റെ 4 ചുറ്റും ഇവർ ഒരുമിച്ച് മത്സരിക്കുകയും കേരളത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ പരസ്പരം ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു. ഇവർക്ക് വാസ്തവത്തിൽ ജനങ്ങളുടെ മുന്നിൽ പറയാൻ പ്രത്യേകിച്ച് ഇപ്പോൾ അബിൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ പോലെയാണ് പറയുന്നത്. UDFൻ്റെ എല്ലാ സ്ഥാനങ്ങളും ജയിച്ചു കഴിഞ്ഞ പോലെയാണ് പറയുന്നത്. ജനങ്ങളുടെ വിവേചനാധികാരത്തെയല്ലേ ചോദ്യം ചെയ്യുന്നത്? ആരാ നിശ്ചയിക്കേണ്ടത്? ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. നോക്കൂ, ഈ 19 വർഷക്കാലം സ്ഥിരമായി കോൺഗ്രസ് ഭരിച്ചിരുന്ന ഈ രാജ്യത്ത് ദർ ഈസ് നോ ഓൾട്ടർനേറ്റീവ് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. CPM-ഉം ആ ചിന്തയോടെ ഏകദേശം പൊരുത്തപ്പെട്ട് കോൺഗ്രസിനെ നേരിടാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഒരു കാലത്ത് ഒരു പ്രതിപക്ഷത്തുണ്ടായിരുന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ. അവർ കോൺഗ്രസിനെ നേരിടുന്നില്ല, അവർ പരാജയപ്പെട്ടു. ഞങ്ങൾ നിരന്തരമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് തോറ്റ് ഇലക്ഷൻ നിങ്ങൾക്കറിയാം, എത്രയോ തവണ തോറ്റ് ഞങ്ങൾ 2 സീറ്റിൽ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് രാജീവ് ഗാന്ധി നോക്കി പരിഹസിച്ചിട്ടുണ്ട്. നാം 2 നമുക്ക് 2 എന്ന് പറഞ്ഞ് പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ നിരന്തരമായി ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെട്ട് ജനങ്ങളുമായി സംവദിച്ച് അവരുടെ വിശ്വാസം നേടിയെടുത്ത് കോൺഗ്രസിനൊരു ബദലുണ്ടാക്കാൻ ഈ രാജ്യത്ത് സാധിക്കുമെന്ന് തെളിയിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ജനാധിപത്യത്തിൽ ഏർപ്പെട്ട് കോൺഗ്രസിന് ബദലുണ്ടാക്കുന്നത് അല്ലെ?